നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റിലിരിക്കുന്ന ആൾക്ക് ഇതിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. നമ്മളൊക്കെ പലരും കുടുംബസമേതം യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ കുടുംബസമേതം യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് അപകടങ്ങൾ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും ആക്രമിക്കപ്പെടുന്നു കുടുംബത്തെ എല്ലാം. കാരണം ഇങ്ങനെ ഒരു ഒരു ആയുധം നമ്മളുടെ കയ്യിലുള്ളപ്പോൾ എതിരാളി എന്തായാലും ഒന്ന് ഭയപ്പെടും. ആ സ്വയം സുരക്ഷ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാന ആവശ്യമായിട്ട് പലരും കാണുന്നത്. മുമ്പ് പണ്ടൊരു ചൊല്ലുണ്ട്, പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെടിക്കല, അതായത് ഇവിടെ വെടിക്കല, കഷണ്ടി, കുംഭ, മുതുകത്ത് രോമം, ഇതാണ് പുരുഷ ലക്ഷണം എന്ന് പറയുന്നത്. അക്ഷയ് നമസ്കാരം, പരിചയമുണ്ടല്ലോ മുന്നേ അല്ലേ? ഓക്കെ. അക്ഷയ് വിളിച്ചപ്പോഴേ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴേ മലബാറിൽ വിശിഷ്യ കേരളത്തിലായിരുന്നാലും കേരളത്തിന്റെ പുറത്തായിരുന്നാലും ഏറെക്കുറെ ഇതുപോലുള്ള എയർ റൈഫിളുകൾ സപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ, എയർ റൈഫിൾ ക്ലബ്ബുകളിലേക്കാണ് കൂടുതലും ഇത് കൊണ്ടുപോകുന്നത്. കാരണം ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഈ റൈഫിൾ ഷൂട്ടിങ് കുട്ടികളിലേക്കും അതുപോലെ അനുബന്ധപ്പെട്ട് മറ്റുള്ള ഇടങ്ങളിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ ഇപ്പം റൈഫിൾ ഷൂട്ട് ഒരു മത്സരം ഇനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ 177.177 എന്നുള്ള കാറ്റഗറിയിലാണ് ഇന്ന് എയർ റൈഫിളുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ 0.22 അവൈലബിൾ ആയിരുന്നു. പക്ഷേ അത് ഗവൺമെൻറ് നിരോധിച്ചു. കാരണം അത് എന്താ പറയുക, മൃഗങ്ങളെ വേട്ടയാടുന്ന അതുപോലെ മറ്റ് ദുരുപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് അത് നിരോധിച്ചാണ്. ഇപ്പോഴത് അത് ബാൻ ചെയ്ത്, കാരണം ഇപ്പോൾ കൂടുതലും 177 ഡിഫറെൻറ്റ് കാലിബറിലാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. നമുക്കിവിടെ ഒരുപാട് ഷൂട്ടിംഗ് പർപ്പസിന് ഒരുപാട് എയർ റൈഫിളുകൾ പല കമ്പനികളുടേതായിട്ടുള്ള ഇത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ പ്രസിയോളിൻ്റെ നൈട്രോ പിക്സൽ, ഇത് NX200 എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഇത് എവിടെ മേക്ക് ചെയ്യുന്നത്? ഇത് പൂനെയിലാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ വരുന്നത് ഉത്തരേന്ത്യയിൽ. എല്ലാം ഇന്ത്യൻ നിർമ്മിതമാണ്, വിദേശ നിർമ്മിതമാണ്. എല്ലാ തോക്കുകളും ഇന്ത്യൻ നിർമ്മിതമാണ്. നമുക്കതല്ലാതെ ഡൈന ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡൈന അതൊക്കെ സപ്ലൈ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ത്യൻ നിർമ്മിതമായ തോക്കുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതും 0.17 കാലിബറിൽ. അതിൽ തന്നെ വളരെ എന്താ പറയുക, മികച്ച രീതിയിലുള്ള തോക്കുകൾ ഇന്ന് ഇന്ത്യയിൽ ഇപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇതിപ്പം ഇതുപോലുള്ള എയർ റൈഫിളുകൾ, എയർ പിസ്റ്റളുകൾ, ഇതിപ്പം ബ്ലാങ്ക എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ എയർ പിസ്റ്റളാണ്. അപ്പോൾ ഇത് ഇന്ന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, കാരണം നമ്മളൊക്കെ പലരും കുടുംബസമേതം യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ കുടുംബസമേതം യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് അപകടങ്ങൾ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും ആക്രമിക്കപ്പെടുന്നു കുടുംബത്തെ എല്ലാം. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലൊക്കെ പോകുന്നാലും വായനയിൽ നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ, പത്രങ്ങളിലും അതുപോലെ ചാനലുകളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. കാടുകളിൽ നിന്ന് നമ്മൾ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ പിടിച്ചു പറിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടി ജസ്റ്റ് ഇതൊന്ന് കാണിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാവില്ല ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ. എന്തായാലും ഒന്ന് ഭയപ്പെടും. കാരണം ഇങ്ങനൊരു ഒരു ആയുധം നമ്മളുടെ കയ്യിലുള്ളപ്പോൾ എതിരാളി എന്തായാലും ഒന്ന് ഭയപ്പെടും. ആ സ്വയം സുരക്ഷ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ആവശ്യമായിട്ട് പലരും കാണുന്നത്. പിന്നെ ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ സർവീസ് പിസ്റ്റലിൻ്റെ സെയിം കോപ്പിയാണത്. ബ്ലാങ്ക എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ MRP ഏകദേശം 9750 മേലെ MRP വരുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ അതിലും കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ID കാർഡും പണവും ഉണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ഏത് തോക്കും ആളുകൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും പറ്റും എന്ന്. അതിന് മറ്റൊരു കാര്യം, നമ്മളിപ്പം ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത്. കാരണം അപ്പം പലരും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മൃഗത്തിനെ അടിക്കാൻ പറ്റുമോ, നമ്മൾ അതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിംഗ് പർപ്പസാണ്. പിന്നെ ഈ മലനാടുകളിലുള്ള ഈ കുരങ്ങിനൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് കൃഷിയിടങ്ങളിലൊക്കെ വന്ന് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വരുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ തുരത്താൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഒരു ടിൻ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിലേക്ക് അടിക്കാവും, അല്ലാതെ മൃഗങ്ങളെ ശബ്ദം കൊണ്ട് പേടിപ്പിക്കുക എന്നുള്ളത് ഒരു കീഴ്വഴക്കം മാത്രമേ പാടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാതെ മൃഗങ്ങളെ
നേരിട്ട് ഷൂട്ട് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട്. അല്ലെ, ഇപ്പൊ നമ്മൾ അങ്ങനെ വിൽക്കുമ്പോഴും ഒന്നുകിൽ ഈ സാധനം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയില്ലേ? ഇത് ഇവിടെ നിന്ന് കൊടുക്കുന്നത് വരെ നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം വ്യക്തിപരമായിട്ട് ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടാണ് അറിഞ്ഞത്, ഒരു വ്യക്തി ഇതുപോലുള്ളൊരു റൈഫിള് സ്വയം ഷൂട്ട് ചെയ്തിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അപകടകാരിയാണ്, തീർച്ചയായിട്ടും അപകടകാരിയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. കുട്ടികളുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട മറ്റു ആളുകളുടെ അടുത്ത് സമയത്ത് നമ്മളിത് ഉപയോഗിക്കരുത്. ഒരാളെ നേരെ ചൂണ്ടാൻ പാടില്ല. അങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ തോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ട്. അതൊക്കെ പാലിക്കപ്പെടണം എന്നുള്ളതാണ്. പ്രമുഖ യൂട്യൂബറൊക്കെ ആയിട്ടുള്ള തൊപ്പി, അദ്ദേഹം ഇതേപോലെ ഒരു എയർ ഗൺ കൈവശം വെച്ച് ഒരു ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു അധികാരം കാണിക്കാനും അല്ലെ ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനൊക്കെ ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടാവുന്നില്ലേ പൊതുവിൽ? ഇത് തന്നെയാണ് ഞാൻ നേരത്തെ നമ്മുടെ ബ്ലാങ്കറ്റ് ഈ ഒരു പിസ്റ്റളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത്. നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഇതിന്റെ റേഞ്ച് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാകാത്തിടത്തോളം ഇത് ശരിയാണോ തെറ്റാണോ, അതായത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾ എൻ്റെ നേരെ ഒരു തോക്ക് ചൂണ്ടുന്ന സമയത്ത് ഞാനത് ഒറിജിനലാണ് എന്നുള്ള രീതിയിൽ തന്നെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് അവിടെയും സംഭവിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതുപോലുള്ള ഒരു എയർ റൈഫിളാണെന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പം ഇതുപോലെ സമാനമായിട്ടുള്ളൊരു സംഭവം പയ്യോടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഇതുപോലുള്ള ഒരു എയർ റൈഫിളാണ്. അതിന്റെ ബില്ല് ഇപ്പോഴും കോടതിയിലാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കേസൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഭാഗവാക്കാകുന്നുണ്ട്. അവർ വാങ്ങിച്ച ബില്ലുകൾ കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. നിങ്ങളും കോടതിയിലേക്ക് നിങ്ങൾ പോകേണ്ടിയൊക്കെ വരുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് പോകേണ്ടി വരും ബന്ധപ്പെട്ട. കാരണം നമുക്ക് ഇപ്പോഴൊരു തോക്ക് വാങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ട് വാങ്ങിക്കുന്ന ആളുടെ കൃത്യമായ മേൽവിലാസം, അവരുടെ സിഗ്നേച്ചർ ഒരു എക്സ്ട്രാ ലെഡ്ജറിൽ നമ്മൾ കൃത്യമായിട്ട് വാങ്ങിച്ച് നമ്മളവിടെ സബ്മിറ്റ് ചെയ്ത്, അതായത് ADMന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്ത് അവിടെ സൈൻ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ. വളരെ ആയുധം തന്നെയാണല്ലോ. അപ്പോൾ അതിന് കൃത്യമായ റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട്. പുതിയ മോഡലാണ്, അതായത് പ്രിസിയോൾ കമ്പനിയുടെ തന്നെ PX100 HLIS X3 എന്ന് പറഞ്ഞ ഒരു മോഡലാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള എയർ റൈഫിളുകളെല്ലാം സിംഗിൾ ഷോട്ടാണ്. ഇത് നമുക്ക് 10 ഷോട്ട് ഒരുമിച്ച് അടിക്കാൻ പറ്റുന്ന റോട്ടറി മാഗസിന് അതിൻ്റെ പ്രത്യേകതരമായിട്ടുള്ള ഒരു റോട്ടറി മാഗസിൻ. അതുപോലെ ഇത് പ്രഷർ പമ്പുകളിലൂടെയാണ് ഇതിൽ എയർ ഫില്ല് ചെയ്യുന്നത്. ഇതൊന്ന് നോക്കിക്കേ, പിടിച്ചു നോക്കിക്കേ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ. ഇങ്ങനെ എനിക്ക് തോക്ക് പിടിക്കുന്ന കാര്യമൊന്നും അറിയില്ല. തോക്ക് പിടിക്കുന്ന കാര്യം മുമ്പ് പണ്ടൊരു ചൊല്ലുണ്ട്, പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെടിക്കല. അത് ഇവിടെ വെടിക്കല, കഷണ്ടി, കുംഭ, മുതുകത്തുരോമം, ഇതാണ് പുരുഷ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ വെടിക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ചെസ്റ്റിന് ഇവിടെ ഇല്ലേ, ഈ ഭാഗങ്ങളിൽ ഈ പാത്തിയുടെ എൻഡ് കറക്റ്റ് വന്നിരിക്കും. എങ്ങനെയാണ് റൈഫിള് പിടിക്കുക എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ എഡ്ജിലേക്ക് ഇതിൻ്റെ എൻഡ് പ്രസ് ചെയ്തിട്ട് ചിന്നിവിടെ ഇതാ ഈ ഒരു പൊസിഷനിൽ, ഇത് ക്ലബ്ബുകളിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുക. നമുക്ക് നമ്മുടെ ആവശ്യം ഈ ഒരു റേഞ്ചിലാണ് വരിക. പിന്നെന്ന് പറഞ്ഞാൽ ഈ കൈ ആടിക്കഴിഞ്ഞാൽ, അപ്പോൾ പണ്ട് ഒരു ചൊല്ല് തന്നെയുണ്ട്, ഒരു നെന്മണിക്ക് പിന്നെ കൈ ആടിക്കഴിഞ്ഞാൽ ഒരു വില്ലിന്റെ വ്യത്യാസത്തിൽ ഒബ്ജക്റ്റിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് കൃത്യമായിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മാറ്റം ഇല്ലാതെ അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. ഇത് PCPയുടെ വേറൊരു മോഡലാണ് GM10. ഈ തോക്കുകളുടെ എല്ലാം സർവീസ് നിങ്ങൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? തോക്കുകളുടെ സർവീസ് ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാവിധ വിദേശ നിർമ്മിതമായാലും എല്ലാവിധ തോക്കുകളുടെയും സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ പ്രിസിയോൾ കമ്പനിയുടെ ഒരു എയർ റൈഫിളാണ്. ഇതിന് കമ്പനി പറയുന്നത് ഇതിൻ്റെ 6 മാസത്തെ വാറണ്ടിയാണ് പിസ്റ്റണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ തീർച്ചയായിട്ടും 1 ഇയർ ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനിടയിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, കാരണം ഇത് ലോഡ് ചെയ്ത് വെക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എയർ പിന്നെ സ്പ്രിങ് ആയിരുന്നാലും മാഗസിൻ ആയിരുന്നാലും എന്ത് ചെയ്തു, അതിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ എയർ പിന്നെ ലോഡ് ചെയ്ത് ഇത് വെക്കാതിരിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ബാക്കി എന്ത് വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ
സർവീസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ സർവീസ് ഏരിയ. ഇതിപ്പോൾ നമ്മളിപ്പോൾ സർവീസിന് വന്നിരിക്കുന്ന ഒരു PCP ആണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എയർ കംപ്രസർ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് അത് മാറ്റി നമ്മളതിൻ്റെ അത് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. PCP ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ റോട്ടറി മാഗസിൻ. ഈ റോട്ടറി മാഗസിനിലാണ് നമ്മൾ പെല്ലറ്റ് ഉപയോഗിക്കുക. ഇതിൽ പെല്ലറ്റ് ഇട്ട് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുന്നു. ഇതാണ് ലോഡിങ്ങിൽ വരുന്നത്. അതുപോലെ ഇതിൽ വന്നിരിക്കുന്നത് ഇത് സ്കോപ്പിലാണ്. ഈ സ്കോപ്പ് നമ്മൾ ഇത് കറക്റ്റ് ഇവിടെ ഫിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ വരിക. ഇത് നമ്മുടെ 5 വർഷം പഴക്കമുള്ളൊരു കസ്റ്റമറാണ്. അദ്ദേഹത്തിൻ്റെയാണ് 5 വർഷം മുന്നേ വാങ്ങിയിട്ട ബെരാറ്റയുടെ PX4 ആണിത്. ഇതിൻ്റെ ഉപയോഗം ഇതാണ് മാഗസിൻ വരുന്നത്. അതിൻ്റെ ഈ മാഗസിന് നമ്മളിതിലേക്ക് ഇൻബിൽഡ് ചെയ്യുന്നു. 1 ടൈമിൽ 16 എണ്ണം നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്നതാണ് ഈ CO2. ഈ CO2 നമ്മളിതിൽ എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റ് പ്രഷറിലേക്കുള്ളിലേക്ക് കയറത്തുള്ളൂ. ഓക്കെ. ഇതിൽ നമുക്ക് 8 റൗണ്ട് അടിക്കാൻ പറ്റും. ബെറാറ്റ. ഇനിയിപ്പോൾ ഈ മാഗസിൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും 8 റൺ അടിക്കാൻ പറ്റും. ഈ ചെറുതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും മോഡലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെറുതിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ചെറുതൊന്ന് അവിടെ വേറെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് SP60 എന്ന് പറഞ്ഞ ഈ മോഡൽ. ഇതിന് 400 SPS ആണ് ഇതിൻ്റെ വെലോസിറ്റി. ഇതിൻ്റെ പവർ നമുക്ക് ഇതിൽ കാണാം. അത്രയും പവർ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതും ഇതുപോലെ സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ പലരും കൊണ്ടുപോയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എയർ പിസ്റ്റളിൽ വേറെ ഒന്നാണ് ഇന്ത്യയിൽ ഇറങ്ങുന്നതാണ്. ഇത് ബ്രേക്ക് ബാരൽ എന്നാണ് ഇതിന് പറയാം. ബ്രേക്ക് ബാരൽ. അതായത് സിംഗിൾ ഷോട്ട് ആയിരിക്കും. ഒരു പെല്ലറ്റ് മാത്രമേ ഇതിൽ ഇടാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒടിച്ചതിന് ശേഷം ഇവിടെ പെല്ലറ്റ് ഇടുക. ഇതങ്ങനെ ഫുള്ള് ഒടിക്കണം. ഇതിലാണ്. എന്നിട്ട് പെല്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതാക്കിയാൽ, അതായത് ഇത് നമ്മളെ ഒറിജിനൽ സർവീസ് പിസ്റ്റൾ മോഡലാണ് പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്നത്. ആ മോഡലാണിത്. ഇത് നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ
വാങ്ങുന്ന ആളുടെ കൈവശം ഇതിന്റെ ഒറിജിനൽ GST ബില്ല് ഉണ്ടായിരിക്കണം. അതെല്ലാ സമയവും കയ്യിൽ കരുതണം, ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും. ഇപ്പൊ ഒരാൾ തോക്ക് വാങ്ങിക്കുമ്പോ അയാളുടെ ഭൂതകാല ചരിത്രം അല്ലെങ്കിൽ മുമ്പ് കേസുകൾ പ്രതിയാണോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു സ്വഭാവമുണ്ടോ അങ്ങനെയൊന്നും ആരും ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് എല്ലാത്തിനും ഗൺ നമ്പർ ഉണ്ടാവും, നമുക്ക് പിടിക്കാൻ പറ്റും. എത്ര കാലം ഈ സ്ഥാപനം 20 വർഷത്തോളമായി. നിങ്ങൾക്ക് മറ്റു സ്ഥാപനങ്ങളുണ്ടോ? ഇല്ല. ഒരാളുടെ പേരിൽ ഒരു സ്ഥാപനം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ADM ആണ് നമുക്ക് സ്ഥാപനത്തിലുള്ള ലൈസൻസ് തരുന്നത്, അതായത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. പിന്നെ നമുക്കത് കിട്ടണമെങ്കിൽ 4 എൻക്വയറി കഴിയണം ഒരാളുടെ പേരിൽ. അതായത് പോലീസ് എൻക്വയറി ഉണ്ടാവും, അതായത് പോലീസ് നമ്മളുടെ ലൊക്കേഷനുള്ള പോലീസ് കൂടാതെ ഹെഡിലുള്ള അതും, പിന്നെ ഫോറസ്റ്റ് എൻക്വയറി, പിന്നെ നമ്മളെ കോർപ്പറേഷൻ്റെ അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു ലൈസൻസ് അപ്രൂവ് ആവുള്ളൂ. അപ്പോൾ ഈ റൈഫിൾസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള നല്ല വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഈ സ്ഥാപനം വെസ്റ്റേൺ എയർ റൈഫിൾസ് കോഴിക്കോട് ഉള്ള സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സായ 2 പേർക്കും, വിനു, ആരാധ്യ, അതുപോലെ തന്നെ ജയശ്രീ, 2 പേർക്കും നന്ദി പറയാം.